നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നതോടെ തന്നെ UDF-ഉം LDF-ഉം അവരുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് വോട്ട് ചേർക്കൽ സജീവമാണ്, SIR-ന്റെ തുടർച്ചയായി. അതിനൊപ്പമാണ് രാഷ്ട്രീയ അജണ്ട ഓരോ മുന്നണികളും നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി പ്രചാരണത്തിന് തുടക്കമിടുമ്പോൾ, സമരത്തിലേക്ക് കടക്കുമ്പോൾ, അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് ബില്ല് അതും ശക്തമായ വിഷയമാക്കി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. രണ്ട് വിഷയത്തിലും ജനകീയ സമരങ്ങൾക്ക് UDF നേതൃത്വം നൽകും. ആ സമര പരിപാടികൾക്ക് രൂപം നൽകി കഴിഞ്ഞു. അതേസമയം തന്നെ LDF ഭരണ നേട്ടങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. കഴിഞ്ഞ 2 ടേം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വോട്ടഭ്യർത്ഥിക്കും. ഇടയിൽ ഗൃഹസന്ദർശനത്തിന് 2 മുന്നണികളും തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നേതാക്കൾ, ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞ LDF പ്രവർത്തകർ പോകുമ്പോൾ UDF സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിയാകും ജനങ്ങളെ സമീപിക്കുക. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേതാക്കളൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇറങ്ങി ഓരോ വീടുകൾ കയറി ഓരോ വോട്ടർമാരെ നേരിട്ട് കണ്ട തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കുകയാണ്. അരുൺകുമാർ.